ചന്ദ്രശേഖരൻ ചക്രവർത്തി എന്നൊരു വാർത്ത കേൾക്കാൻ നല്ല രസം ചെറിച്ച. പക്ഷേ ചന്ദ്രശേഖരൻ ചത്തു കിടക്കുന്നൊരു വാർത്ത കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങളെ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയി മടങ്ങി വരുന്ന വഴിയാ. റോഡിൽ തടസ്സം ഇരിക്കുന്ന കണ്ടപ്പോ ആ തടസ്സം വെച്ചത് ഞാനാ ചെറിയച്ച. എന്തിനാന്നറിയോ? രണ്ടുപേരെയും ഒന്ന് നന്നായിട്ട് കാണാൻ വേണ്ടിയാ. ഏയ്, മര്യാദയ്ക്ക് ആ വണ്ടി എടുത്ത് മാറ്റ്. എന്നിട്ട് മേഡം ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാനോ? ഈ വണ്ടി ഇവിടെ നിന്ന് ചലിക്കണമെങ്കിൽ ഞാൻ പറയണം, ഞാൻ വിചാരിക്കണം. അപ്പോ എന്തിനാ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികം. സിമ്പിൾ. കുറച്ചു മുമ്പേ ഞങ്ങളൊരു 3-4 ഗുണ്ടകളെ അടിച്ചോടിച്ചു. ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു വന്ന കുറെ ഗുണ്ടകളെ. അവരെ കൊണ്ടുവന്ന നട്ടലില്ലാത്തവന്റെ പേര് കണിമംഗലം ചന്ദ്രശേഖരൻ എന്ന. ഞാനോ? അതെ, നിങ്ങളെ കൊണ്ട് ആ നട്ടല്ലില്ലാത്ത പണി ചെയ്യിപ്പിച്ചവളുടെ പേര് സാറ എന്ന്. ഇടി, നിനക്കെന്നെ ശരിക്കറിഞ്ഞൂടാ. മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ അത്ര വലിയ മഹാത്ഭുതമൊന്നും അല്ല. ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തില് വിഷം കലർത്തുന്ന ഒരു നെറികെട്ട സ്ത്രീ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നുമല്ല. പിന്നെ കാശിന്റെയും പ്രതാപത്തിന്റെയും ബലത്തില് എന്തും ചെയ്തു കളയാന്നൊരു തോന്നല് ചിലപ്പോഴിലുണ്ടാവും. അത് നടക്കാത്ത കാര്യം മാഡം. ഞങ്ങൾ സഹിച്ച് സഹി കേട്ടിരിക്കുക. ഇനി ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേ ചെറിയച്ചന്റെ പണികളൊക്കെ അതിഗംഭീരമാ. പ്രത്യേകിച്ച് ബെഞ്ചമിനെ ഉപയോഗിച്ച് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പണിത പണി. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല, അച്ഛനും തിരിച്ചറിഞ്ഞില്ല. കമ്പനിയും നഷ്ടപ്പെട്ടു, കുടുംബം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടം ഞാൻ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചാലേ ചെറിയച്ചനൊരു ചെറിയ നഷ്ടം വരും. മനസ്സിലായില്ലേ? നിങ്ങളെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നും പോടാ. ഇത്രയും പ്രായത്തിനിടയില് എന്നെ ജയിലിൽ എത്തിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. ആ സാറ് നിങ്ങളോട് കണക്ക് ചോദിക്കില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നേ? ഇത് പഴയ വരണം രാധികയല്ല മാഡം. ഇപ്പോ കുറച്ച് കരുത്ത് കൂടിയിട്ടുണ്ട്. എന്തായാലും കൊല്ലാൻ ഇനി ആളെ ഇറക്കണ്ട. കഴുത്തിൽ കത്തിവെക്കാൻ എന്റെ ഭർത്താവിന് കരുത്തുണ്ട്. അത് മറന്നു പോണ്ട. നിങ്ങൾ ചത്തുപോയാലേ ഞാൻ കൂടെ ബലിയിടേണ്ടതാ. ബലിച്ചോറിനോടുള്ള താല്പര്യം അത്രയും കൂടിയാൽ മാത്രമേ ഇനി ആവശ്യമില്ലാത്തൊരു കളിക്ക് ഇറങ്ങാവൂ. ചന്ദ്രശേഖരൻ ചക്രവർത്തി എന്നൊരു വാർത്ത കേൾക്കാൻ നല്ല രസം ചെറിച്ച. പക്ഷേ ചന്ദ്രശേഖരൻ ചത്തു കിടക്കുന്നൊരു വാർത്ത കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. എന്നാ വരട്ടെ രാധിക, കേറ്. ഓയ് നേരിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ മിടുക്കനാ. പക്ഷെ ഏത് മിടുക്കനും വീണു പോകുന്ന ഒരു തന്ത്രം. ഇനി ഉപയോഗിക്കേണ്ടത് ആ തന്ത്രം. അവൻ ഇല്ലാതാക്കുന്ന തന്ത്രം.
ഈ ശല്യം ഒരുപാട് പടർന്നു കയറാൻ ഞാൻ സമ്മതിക്കില്ല. കടയോടെ വെട്ടിയിരിക്കും. കൊള്ളാല്ലേ? എന്താടി മോളെ സംശയം? ഇനി മുതല് കേരളത്തിന്റെ ചുവരായ ചുവരുകൾ മുഴുവൻ ഇതങ്ങോട്ട് ഒട്ടിക്കാൻ പോവല്ലേ? അപ്പൊ പിന്നെ നീ ആരാ? ആ പക്ഷേ പടത്തിന്റെ പ്രൊഡ്യൂസർ ആരാ നോക്കി? ആ. പക്ഷേ ഈ കളർ മതിയോടി? എന്താ കളർ ചേഞ്ച് ചെയ്യണോ? അതെ അതെ, ഈ തങ്കത്തിന്റെ കളറില്ലേ, ആ കളറാണെങ്കിൽ നന്നായിരിക്കും. ഓ എടി, അതൊക്കെ കാശുകാരുടെ കളറല്ലേ? അതെ, മുത്തശ്ശി പറഞ്ഞ കേട്ടല്ലോ. ഇനിയുള്ള പോസ്റ്ററുകൾ അടിക്കുമ്പോ കളർ ചേഞ്ച് ചെയ്യണം. ഓക്കെ മാഡം, അത് ചെയ്യാം മാഡം. വേറെന്തെങ്കിലും മാറ്റം? ഡിസൈൻ ചെയ്യുന്ന ഓരോ പോസ്റ്ററുകളും ഇങ്ങോട്ട് അയക്കാൻ പറയണം. എല്ലാ പോസ്റ്ററും ഡയറക്ടറിന് അയക്കുന്നുണ്ട് മാഡം. സാർ സെലക്ട് ചെയ്യുന്നത് മാത്രം ഇവിടെ കാണിച്ചാൽ മതിയോ? ഹ, അതൊന്നും പോരാ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ കാണിക്കണം. അവന് വലിയ വിവരമൊന്നുമില്ല. നല്ലതോ ചീത്തയാണോന്ന് ഞങ്ങൾ പറയും, അല്ലടി മോളെ? ചിലരുടെയൊക്കെ ധാരണ നമ്മൾ ഈ പടം പൂർത്തിയാക്കില്ല എന്നായിരുന്നു, അല്ലേടോ? അങ്ങനെ ഒരു ടോക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നു മാഡം. അതിപ്പോ അവസാനിച്ചല്ലോ. സിനിമ നമ്മൾ പൂർത്തിയാക്കിയല്ലോ. സിനിമ പൂർത്തിയായി, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ചിലവിന്റെ കാര്യം മാഡം ഒന്നും പറഞ്ഞില്ല. ഓഹ്, പാടുപെട്ട് സിനിമ ഇത്തരത്തിലാക്കാമെങ്കിലേ ബാക്കിയുള്ള കാര്യം കൂടി നടത്തിയെടുക്കാൻ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതിനെക്കുറിച്ചേ താനങ്ങ് വല്ലാണ്ട് വേവലാതിപ്പെടണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാഡം, അതെന്റെ ഡ്യൂട്ടി അല്ലേ മാഡം? ആ, ഡ്യൂട്ടിയാ. എന്നാലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ശരി മാഡം. ഓക്കെ. ഓ മുത്തശ്ശി, ആ, പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാ മൊത്തത്തിലുള്ള അഭിപ്രായം. ഗംഭീരം ആവാതെ പിന്നെ? എടി, എന്റെ പേര് വെക്കുകയും എന്റെ പടം വെക്കുകയും ചെയ്യുന്ന സിനിമയല്ലേ, അതങ്ങനെ മോശമാക്കാൻ പറ്റുമോ? പിന്നെ മുത്തശ്ശി, അക്കൗണ്ടില് പണം ഏകദേശം തീർന്നു. ഇനിയിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റുമായിട്ട്. അതെന്തോന്ന് പ്രൊഡക്ഷൻ?